ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ സമൂഹത്തിന്റെ മുന്നിൽ കള്ളനായി ചിത്രീകരിക്കപ്പെടുക എന്നത് ഏതൊരാൾക്കും അത്യന്തം ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ചെട്ടികുളങ്ങര കൈതമുക്ക് രമേശ് കുമാർ എന്ന 65 വയസ്സുള്ള മനുഷ്യൻ കഴിഞ്ഞ 7 വർഷങ്ങളായി അപമാനത്തിന്റെ തീച്ചുളയിൽ വെന്ത് ഉരുകുകയായിരുന്നു. ദുഃഖവും കണ്ണീരും അപമാനവും നിറഞ്ഞ 7 വർഷങ്ങളുടെ ഓർമ്മയിൽ ഇപ്പോൾ രമേശൻ ചിരിക്കുകയാണ്. ഒരു വയോധികയുടെ മാല മോഷ്ടിച്ചു എന്ന കേസിൽ 47 ദിവസങ്ങൾ റിമാൻഡിൽ കഴിഞ്ഞ രമേശൻ എന്ന രമേശ് കുമാർ 7 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ തന്റെ നിരപരാധിത്വം തെളിയിച്ചിരിക്കുന്നു. മാല എടുത്തത് താനല്ലെന്ന് കരഞ്ഞും ആണയിട്ടും പലതവണ പറഞ്ഞിട്ടും പോലീസും ബന്ധുക്കളും എല്ലാം അവഗണിച്ച ആ സത്യം ഒടുവിൽ മാവേലിക്കര മജിസ്ട്രേറ്റ് കോടതി അംഗീകരിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും രമേശിന് നീണ്ട 7 വർഷങ്ങൾ നഷ്ടമായിരുന്നു. 2019 സംഭവം നടക്കുന്നത്. 2019 നവംബർ 26 പുലർച്ചെ ചെട്ടികുളങ്ങര ക്ഷേത്ര ദർശനത്തിന് പോയ വയോധികയുടെ മാല പൊട്ടിച്ചു എന്നതായിരുന്നു രമേശിന്റെ പേരിൽ നൽകിയ കേസ്. വയോധിക നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സംഭവ ദിവസം തന്നെ രമേശിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. തുടർന്ന് റിമാൻഡിലായ രമേശിനെ ജാമ്യത്തിലിറക്കാൻ ആരും എത്തിയുമില്ല. 47 ദിവസം തെറ്റൊന്നും ചെയ്യാത്ത രമേശൻ ജയിലിൽ കിടന്നു. ഒടുവിൽ പോലീസ് തന്നെ ഇടപെട്ടാണ് ഒരു ബന്ധുവിന്റെ സഹായത്തോടെ രമേശനെ ജാമ്യത്തിൽ ഇറക്കുന്നത്. എന്നാൽ ഇതിനിടെ ചെട്ടികുളങ്ങര ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി 18 മാലകളും മറ്റുള്ള ആഭരണങ്ങളും മോഷണം നടത്തിയ പത്തിയൂർ സ്വദേശിയായ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അയാളെ പോലീസ് നന്നായി ചോദ്യം ചെയ്തപ്പോൾ ചെട്ടികുളങ്ങരയിൽ ക്ഷേത്രത്തിൽ വെച്ച് വയോധികയുടെ മാല മോഷ്ടിച്ചത് താനാണെന്ന് അയാൾ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ രമേശന്റെ കഷ്ടകാലം അവിടം കൊണ്ടും തീർന്നില്ല. മാല എടുത്ത കള്ളൻ സമ്മതിച്ചിട്ടും മാലയുടെ ഉടമയായ ആ വയോധിക താൻ ആദ്യം പോലീസിന് നൽകിയ മൊഴിയിൽ ഉറച്ചു നിന്നു. രമേശൻ തന്നെയാണ് തന്റെ മാല മോഷ്ടിച്ചതെന്ന് അവർ തർപ്പിച്ചു പറഞ്ഞു. അതോടെയാണ് രമേശൻ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത്. അങ്ങനെ 7 വർഷങ്ങൾ നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിന്റെ അവസാനം വയോധികയുടെ മാല മോഷ്ടിച്ചു എന്ന കേസിൽ പ്രതി ചേർക്കപ്പെട്ട രമേശൻ നിരപരാധിയാണെന്ന് മാവേലിക്കര മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നു. 2019 അറസ്റ്റിലായി 47 ദിവസം ജയിലിൽ കിടന്ന രമേശനെതിരെ ഒരൊറ്റ തെളിവ് പോലും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. യഥാർത്ഥ പ്രതിയെ പിന്നീട് പോലീസ് പിടികൂടിയെങ്കിലും ആദ്യം നൽകിയ മൊഴിയിൽ ഉറച്ചുനിന്ന വയോധികയാണ് കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാക്കിയത്. ഈ കെട്ടിച്ചമച്ച കേസ് കാരണം രമേശന് തന്റെ ജോലി നഷ്ടപ്പെടുകയും ബന്ധുക്കളെല്ലാം അകലം പാലിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഒരു സ്ഥാപനത്തിൽ സെക്യൂരിറ്റിയായി ജോലിക്ക് കയറി. പ്രോസിക്യൂഷൻ 24 സാക്ഷികളെ വിസ്തരിച്ചെങ്കിലും രമേശന് കുറ്റക്കാരനെന്ന് തെളിയിക്കാൻ സാധിച്ചില്ല. മോഷണം പോയ മാല കോടതിയിൽ ഹാജരാക്കാനും കഴിഞ്ഞില്ല. അതോടെയാണ് രമേശനെ വിട്ടയച്ചുകൊണ്ട് മജിസ്ട്രേറ്റ് സൂര്യ എസ് സുകുമാരൻ ഉത്തരവിട്ടത്. ഈ സംഭവം നടക്കുമ്പോൾ ഒരു സ്കൂൾ ബസ് ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു രമേശൻ. കേസിൽ പ്രതിയായതോടെ ആ ജോലി നഷ്ടപ്പെട്ടു. അടുത്ത ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാതെയായി. ജാമ്യത്തിലിറങ്ങിയ രമേശൻ കുറച്ചുകാലം ഒരു കടത്തിണ്ണയിലാണ് അന്തി ഉറങ്ങിയത്. പിന്നീട് 3 വർഷത്തോളം ഒരു ബന്ധുവിന്റെ വീട്ടിൽ താമസിച്ചു. പിന്നീട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചത്. ഇപ്പോൾ മാവേലിക്കരയിൽ ഒരു സ്ഥാപനത്തിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്തു. നിരവധി മാലകൾ മോഷ്ടിച്ച ആ കള്ളൻ ഈ വയോധികയുടെ മാലയും മോഷ്ടിച്ചായി പറഞ്ഞെങ്കിലും തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ കഴിയാത്തതാണ് പ്രശ്നമായത്. മാലയുടെ ഉടമസ്ഥയും മൊഴി മാറ്റിപ്പറയാൻ തയ്യാറാകാതെ നിന്നപ്പോൾ രമേശന് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ കള്ളനായി ജീവിക്കേണ്ടി വന്നു. ഇപ്പോഴെങ്കിലും സത്യം കോടതി അംഗീകരിച്ചതിൽ വളരെ സന്തോഷവാനാണ് രമേശൻ. തല ഉയർത്തി നാട്ടുകാരുടെ മുന്നിൽ അയാൾക്ക് നടക്കാം. കള്ളൻ എന്ന വലിയൊരു കളങ്കം രമേശനിൽ നിന്നും ഇപ്പോൾ ഒഴിഞ്ഞുപോയിരിക്കുന്നു.